ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ഒരു ഉണ്ണിയപ്പമാണ്. ഏത്തപ്പഴം വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. അത് ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. രണ്ടും ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലൊരു 3/4 ഭാഗം ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അരച്ചെടുക്കാം നമുക്ക്. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഒരു നുള്ളു ഉപ്പ്, ഒരു 3 ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർ ഏലക്ക മാത്രം ചേർത്താൽ മതി. ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി നിങ്ങൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താലും മതി. അളവ് അറിയില്ലെങ്കിൽ കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താലും മതി. ഇതിലിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതി. ഇതിൽ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും പോലെയുള്ള വെള്ളം ഒഴിക്കരുത്. ഇതിൻ്റെ മാവ് ഇതുപോലെ ഇരിക്കണം കേട്ടോ. നല്ലപോലെ കുറുകി ഇങ്ങനെ തവിന്ന് വീണ് പോകും പോലുള്ളൊരു ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. ഇത് റെസ്റ്റിനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും മതി. ഓയിലിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ. എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആയി വരട്ടെ. ഇത് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കണേ. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. എല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട ഈ അപ്പത്തിന്. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാ ഉണ്ണിയപ്പവും ഇതുപോലെ ചുട്ടെടുക്കണം. എല്ലാം ചുട്ടെടുത്തതാണിത്. നല്ല പഞ്ഞ് പോലത്തെ ഉണ്ണിയപ്പം കേട്ടോ ഇത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ.